Dear students, the next area we have for the discussion is representation of minorities. ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യം. Then what is there emerges a question, what you mean by these minorities? Minorities means a section of people who are lesser in number when comparing with other social sects. മറ്റ് സാമൂഹിക വിഭാഗങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും രീതിയിൽ പ്രത്യേകതയുള്ളതും എണ്ണത്തിൽ കുറവുള്ളതുമായ വിഭാഗങ്ങളെയാണ് നമ്മൾ മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങൾ എന്ന് വിളിക്കുക. There are so many devices or mechanisms, electoral systems which ensures representation of minorities. ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് ധാരാളം തെരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. In that category, first we have to discuss proportional representation. In this system, parties will be represented in proportion to their electoral strength. As the word indicates, proportional representation is proportionately represented according to their electoral strength. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അവരുടെ ഇലക്ഷന് അവർക്ക് കിട്ടുന്ന വോട്ടിൻ്റെ ശതമാനത്തിനനുസരിച്ച്, വോട്ട് ഷെയറിനനുസരിച്ച് സീറ്റുകൾ വിതരണം ചെയ്യുന്ന രീതിയാണ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. ഇറ്റ് പ്രൊവൈഡ്സ് റെപ്രസെൻറ്റേഷൻ ടു ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഇൻ അക്കോർഡൻസ് വിത്ത് ദെയർ പ്രൊപ്പോർഷൻ ടു ന്യൂമറിക്കൽ സ്ട്രെങ്ത്. One of the major merits of this system is that it provides representation to all sections. Since your representation is on the basis of your proportion, ആനുപാതികമായിട്ടാണ് കിട്ടുക. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത. റെപ്രസെൻറ്റേഷൻ ടു ഓൾ സെക്ഷൻസ്, എല്ലാ വിഭാഗങ്ങൾക്കും അവരെത്ര പേരുണ്ടോ അവർക്ക് ആനുപാതികമായിട്ട് സീറ്റ് ലഭ്യമാക്കുന്നു. അവരൊരു പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിക്ക് ആനുപാതികമായി സീറ്റ് ലഭ്യമാക്കുന്ന സംവിധാനമാണ്. അക്കോർഡിംഗ് ടു ദെയർ ന്യൂമറിക്കൽ സ്ട്രെങ്ത്, അവരുടെ എണ്ണത്തിൻ്റെ ശക്തി അനുസരിച്ച്. ഇറ്റ് ഗീവ്സ് representation minorities according to their electoral strength. One of merit. It gives representation to minorities according to their electoral strength. It only works only in multi-member constituencies. For adopting this proportional representation, we need multi-member constituencies. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്ക് രണ്ടിലധികം പ്രതിനിധികളുള്ള സമ്പ്രദായമായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾക്ക് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വർക്കൗട്ട് ചെയ്യാൻ കഴിയുള്ളൂ. വി ക്യാൻ പ്രാക്ടീസ് ദിസ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഓൺലി ഇൻ മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസീസ് വെയർ 2 or more representatives should be there to be elected. അവിടെ തിരഞ്ഞെടുക്കപ്പെടാൻ 2-3 പ്രതിനിധി ഉണ്ടാകും. നമുക്കിപ്പോൾ മണ്ഡലത്തിൽ ഒരു പ്രതിനിധിയിലേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് 2-3 പ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്ന ഒരു മണ്ഡലങ്ങളായി മാറും. അപ്പോൾ നിങ്ങൾ നമ്മളിപ്പോൾ നിൽക്കുന്ന മലപ്പുറം മണ്ഡലം എന്ന് പറഞ്ഞാൽ നിയമസഭാ മണ്ഡലത്തിൽ ഒറ്റ MLA ഉള്ളൂ. ഉബൈദുള്ള സാഹിബ് മാത്രമേ ഉള്ളൂ MLA. പക്ഷേ ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ there will be 3 or more members according to their electoral strength. One constituency should get more and more members. In that situation there will be 3 or more MLAs. 3-4 MLAമാരുണ്ടാവും നിങ്ങൾ പറയുന്ന ഒരു മണ്ഡലത്തിൽ. അപ്പോൾ ഇങ്ങനെ മണ്ഡലങ്ങളാക്കി തിരിക്കില്ല, കേരളം മൊത്തമായിരിക്കും മണ്ഡലമായിട്ട് എടുക്കുക. That kind of a situation. Then the candidates get elected not by securing majority of vote but by securing a quota of votes. In proportional representation, the candidates are getting elected not by securing a particular number of votes or particular majority of votes. നമ്മളിപ്പോൾ ഉള്ള സമ്പ്രദായം എങ്ങനെയാണ്? ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളാണ് വിജയി പ്രഖ്യാപിക്കപ്പെടുന്നത്. ഈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇൻ ദാറ്റ് സിസ്റ്റം ദ കാൻഡിഡേറ്റ്സ് ഗെറ്റ് എലക്റ്റഡ് നോട്ട് ബിക്കോസ് ഹി ഹാസ് സെക്യൂർഡ് മെജോറിറ്റി ഓഫ് വോട്ട്, അയാൾ പോൾ ചെയ്ത വോട്ടിലെ കൂടുതൽ അയാൾ നേടിയിട്ടല്ല, ബട്ട് ഹി ഹാസ് സെക്യൂറിങ് എ പർട്ടിക്കുലർ കോട്ട ഓഫ് വോട്ട്. ഒരു പ്രത്യേക കോട്ട, ഒരു നിശ്ചിത എണ്ണം വോട്ട് നേടുന്നവരൊക്കെ വിജയം പ്രഖ്യാപിക്കപ്പെടും. അതാണ് ഇതിൻ്റെ അവസ്ഥ. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥി അല്ലല്ലോ ജയിക്കുക, 2-3 പേരുണ്ട്. അപ്പോൾ 2-3 പേര് ജയിക്കുമ്പോൾ 2-3 പേർക്ക് ഒരു നിശ്ചിത കോട്ട നേടുകയാണെങ്കിൽ അവരൊക്കെ വിജയം പ്രഖ്യാപിക്കപ്പെടുന്ന സമ്പ്രദായമാണ്. ദിസ് കോട്ട ഈസ് ഡിസൈഡഡ് ബൈ എ മാത്തമാറ്റിക്കൽ ഫോർമുല. സിംപിളി മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ്. ഇതാണ് ഇതിന് സാധാരണ ഉപയോഗിക്കുന്നത്. എത്ര വോട്ടുണ്ട്, മൊത്തം എത്ര വോട്ടുണ്ട് ആ മണ്ഡലത്തിൽ 1000 വോട്ടുണ്ട്, അല്ലെ 60 വോട്ട്, നിങ്ങൾ 60 വോട്ടുണ്ടെന്ന് ചോദിക്കും. 3 സീറ്റാണ് ഫില്ല് ചെയ്യുമെങ്കിൽ ഡിവൈഡ് ബൈ 2, 3, 20.
60 വോട്ടർമാരുള്ളൊരു മണ്ഡലം, 3 സീറ്റുകൾ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ നിശ്ചയിക്കുന്ന കോട്ട എന്ന് വെച്ചാൽ മൊത്തം വോട്ടിനെ സീറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. 20 വോട്ട് കിട്ടുന്ന ആൾ വിജയം പ്രഖ്യാപിക്കപ്പെടും. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഹാസ് 2 വേരിയൻറ്റ്സ്, ഹെയർ സിസ്റ്റം ഓർ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം, ആൻഡ് സെക്കൻഡ് വൺ ലിസ്റ്റ് സിസ്റ്റം. അതിൽ ഫസ്റ്റ് വൺ ഹെയർ സിസ്റ്റം. ദി സിസ്റ്റം ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ തോമസ് ഹെയർ ഇൻ ഹിസ് ബുക്ക് ദ മിഷണറി ഓഫ് റെപ്രസെൻറ്റേഷൻ പബ്ലിഷ്ഡ് ഇൻ 1857. ഈ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ 2 രീതിയിലുണ്ട്. ഒന്ന് ഹെയർ സിസ്റ്റം, അത് ഡെവലപ്പ് ചെയ്ത തോമസ് ഹെയർ ആണ്, അതുകൊണ്ടാണ് ഞാൻ ആ പേര് അറിയപ്പെടുക. അദ്ദേഹത്തിൻ്റെ പുസ്തകമായ മിഷണറി ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന പുസ്തകത്തിൽ 1757 ഈ സിസ്റ്റം അവതരിപ്പിച്ചത്. രണ്ടാമത്തത് ആൾസോ നോൺ ആസ്, ഈ ഹെയർ സിസ്റ്റം വേറൊരു പേരിൽ അറിയപ്പെടുന്നത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം ഓർ പ്രിഫറൻഷ്യൽ വോട്ട് സിസ്റ്റം. ഇവിടെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എന്നും ഏക കൈമാറ്റ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ വോട്ട് സമ്പ്രദായമെന്നും പ്രിഫറൻഷ്യൽ സിസ്റ്റം മുൻഗണനാ വോട്ട് സമ്പ്രദായം എന്നും ഇതിനറിയപ്പെടാറുണ്ട്. കാരണം ഇതിനകത്ത് ഈ വോട്ട് സമ്പ്രദായം നിങ്ങൾ സാധാരണ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യും, ഇൻഡു മാർക്ക് അല്ലെങ്കിൽ നമ്മളുടെ ക്രോസ് മാർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ചെയ്യുക. 18 വയസ്സായ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, ക്രോസ് മാർക്ക്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ നിങ്ങളുടെ കോളേജ് ഇലക്ഷനും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നല്ലോ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ വോട്ടർമാർ അവരുടെ വോട്ടാണ് മാർക്ക് ചെയ്യുന്നത്, പ്രിഫറൻസ് ആണ്, മുൻഗണനയാണ്. ഇത് ഈ ഒരു 10 സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ ഒന്നാമത് സ്ഥാനാർത്ഥി ഇത്, രണ്ടാമത് എനിക്ക് ഇത്, മൂന്നാമത് 1, 2, 3 എന്ന് വോട്ടർമാർ അവരുടെ മുൻഗണന രേഖപ്പെടുത്തുന്ന സമ്പ്രദായം ആയതുകൊണ്ട് തന്നെ പ്രിഫറൻഷ്യൽ വോട്ട് സിസ്റ്റം എന്നും അറിയപ്പെടും. ഹെയർ സിസ്റ്റത്തിന് വേണ്ടുന്ന സമ്പ്രദായങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് വെച്ചാൽ ഇറ്റ് നീഡ്സ് എ മൾട്ടി മെമ്പർ കോൺസ്റ്റിറ്റ്യുവൻസി വിത്ത് മിനിമം 3 സീറ്റ്സ് ടു ബി ഫിൽഡ് ആൻഡ് നോ മാക്സിമം. നേരത്തെ പറഞ്ഞ പോലെ ഈ ഹെയർ സിസ്റ്റം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, ഈ സിംഗിൾ ട്രാൻസ്ഫർ വോട്ട് സിസ്റ്റമോ അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ വോട്ട് സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറഞ്ഞ സമ്പ്രദായം പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി 3 സീറ്റ്സ് ടു ബി ഫിൽഡ്, 3 സീറ്റെങ്കിലും മിനിമം ഫില്ല് ചെയ്യേണ്ട ഉണ്ടാവണം. ആൻഡ് ഈച്ച് വോട്ടർ ഹാസ് ഓൺലി 1 വോട്ട് ബട്ട് ഹീ ക്യാൻ മേക്ക് ആസ് മെനി പ്രിഫറൻസസ് ഇൻ ബാലറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ നമ്പർ ഓഫ് സീറ്റ്സ് വേക്കൻറ്റ്. നിങ്ങളുടെ ക്ലാസ് ഉദാഹരണമായിട്ട് എടുക്കുക. നിങ്ങളുടെ ക്ലാസ്സിൽ 60 കുട്ടികൾ, 60 കുട്ടികളുടെ ക്ലാസ്സിൽ 3 സീറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. 3 സീറ്റ് ഫില്ല് ചെയ്യാനുണ്ട്. ഈ 3 സീറ്റ് ഫില്ല് ചെയ്യാനുള്ളപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കോട്ട പ്രകാരം ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് 60 ഭാഗം 3 20 സീറ്റ്, 20 വോട്ട് കിട്ടിയാൽ ജയിക്കും. നിങ്ങളുടെ 3 സീറ്റുള്ള മണ്ഡലമാണ്. അപ്പോൾ 3 സീറ്റുള്ള മണ്ഡലത്തിൽ നിങ്ങൾ 20 സീറ്റ് വോട്ട് കിട്ടിയാൽ ജയിക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ഇവിടെ വോട്ടർമാർ നിങ്ങൾ വോട്ട് ചെയ്യുന്നതിന് പകരം സ്ഥാനാർത്ഥികൾ 5 പേര് മത്സരിക്കുന്നുണ്ട്, 5 or 6 പേര് മത്സരിക്കും. അപ്പോൾ നിങ്ങൾ ആ സ്ഥാനാർത്ഥിക്ക് നേരെ 1, 2, 3 എന്ന് മാർക്ക് ചെയ്യും. 3 വരെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. The voter can only 1 vote, ഒരു വോട്ടേ ഉള്ളൂ. But he can make preferences in the ballot in accordance with the number of seats to be filled. എത്ര സീറ്റ് ഫില്ല് ചെയ്യാനുണ്ടോ അത്രയും വോട്ട് മാർക്ക് ചെയ്യാൻ അവർക്ക് കഴിയും. 1, 2, 3 എന്ന് മാർക്ക് ചെയ്യാൻ കഴിയും. എ കാൻഡിഡേറ്റ് ഹു ഗോട്ട് വിക്ടോറിയസ് ഇഫ് ഹി അറ്റൈൻ പർട്ടിക്കുലർ കോട്ട, നമ്മൾ നേരത്തെ പറഞ്ഞ 20 ഒന്നാം മുൻഗണന വോട്ട് കിട്ടുന്ന ആളെ വിജയമായിട്ട് പ്രഖ്യാപിക്കും. എ കാൻഡിഡേറ്റ് ഗോട്ട് വിക്ടോറിയസ് ഇഫ് ഹി അറ്റൈൻ പർട്ടിക്കുലർ കോട്ട which can be calculated with the help of the formula mentioned above. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കണക്കാക്കുന്നു. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് വെച്ച് കണക്ട് ചെയ്യും. അങ്ങനെയാണത് വർക്ക് ചെയ്യുക. ഇൻ 1881 HR Drupe identified certain defects in this formula for determining the quota and suggested a new one. The suggested formula is total number of votes plus 1 divided by number of seat plus 1 the whole in bracket plus 1. ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സിന് അതിനോട് ഒന്നുകൂടെ കൂട്ടാം, അതിനെ താഴെ ഡിവൈഡ് ചെയ്യുന്നു. എന്തും ഡിവൈഡ് ചെയ്യുന്നു? ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ് പ്ലസ് 1. നമ്മൾ നേരത്തെ പറഞ്ഞ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് എത്ര? 60. 60 പ്ലസ് 1 61. ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ് എത്ര? 3. 3 പ്ലസ് 1 4. ആ രീതിയിലാണിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
അവിടെ ചെറിയ വ്യത്യാസമുണ്ട്. HR ഗ്രൂപ്പ് 1881 സഡൻ ഡിഫക്റ്റ് ഹി ഹാസ് ഐഡൻറ്റിഫൈഡ്. അവർ കുറച്ച് കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം ചെയ്തത് ഈ കോട്ടയിൽ ചെറിയ മാറ്റം വരുത്തി. ആ സജസ്റ്റ് ചെയ്ത ഫോർമുല എങ്ങനെയാണ്? ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് കാസ്റ്റ്, മൊത്തം പോൾ ചെയ്ത വോട്ട്, അതായത് ഒരു 60 വോട്ടുണ്ട്, അതിൽ എത്ര വോട്ട് പോൾ ചെയ്തു. ഇപ്പോൾ 60 വോട്ടർമാരുള്ളൂ, പക്ഷേ 55 പോൾ ചെയ്തുള്ളൂ എന്ന് വിചാരിക്കും. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സീറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ 3 തന്നെയാണ്. നമ്പർ ഓഫ് സീറ്റ് പ്ലസ് 1, അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂടാം. 3 + 1 4, 3 + 1 4. അവിടെ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട് കാസ്റ്റ് 56 വോട്ട് കാസ്റ്റ് എന്ന് വിചാരിക്കുക. 56 ഡിവൈഡ് ബൈ 4 പ്ലസ് 1 എത്രയായി? 56 ഡിവൈഡ് ബൈ 4 14, 14 + 1 15. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ സിസ്റ്റം പ്രകാരം ഈ വോട്ട് കോട്ട എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ 20 കൂട്ടിയെങ്കിൽ ഇവിടെ 14 മതി, 6 വോട്ട് കുറഞ്ഞു. ഈ HR ഗ്രൂപ്പിൻ്റെ ഫോർമുല HR 1881 അദ്ദേഹം അതിൻ്റെ ഡിഫക്റ്റ് പറയുകയും ഹി ഹാസ് സജസ്റ്റഡ് ന്യൂ ഫോർമുല. ആസ് പെർ ദി ന്യൂ ഫോർമുല ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ് ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് കാസ്റ്റ്, മൊത്തം പോൾ ചെയ്യപ്പെട്ട വോട്ട്, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സീറ്റ് പ്ലസ് 1, അത് ഒന്നിച്ചാണ്. നമ്പർ ഓഫ് സീറ്റ് പ്ലസ് 1, മൊത്തം ഫില്ല് ചെയ്യേണ്ട 3 + 1 4, ദി ഹോൾ ഇൻ ബ്രാക്കറ്റ്, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം പ്ലസ് 1, ആ ചെയ്ത് കിട്ടുന്നതിനോട് ഒന്നുകൂടെ കൂട്ടുക. അങ്ങനെ വരുമ്പോൾ 14 + 1 15 നമുക്ക് കിട്ടുക. 15 നമ്മളുടെ കോട്ടയായിട്ട് വരിക. ഇൻ ദിസ് വേ HR ഗ്രൂപ്പ് ഹാസ് മോഡിഫൈഡ് ദി ഹയർ സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ഓർ സിംഗിൾ ട്രാൻസ്ഫർ വോട്ട് സിസ്റ്റം ഓർ പ്രിഫറൻഷ്യൽ വോട്ട് മെക്കാനിസം. In this type, voters' first preference are considered in the first round and candidates that securing quota got elected. ഈ സമ്പ്രദായത്തിൽ ഒന്നാം പ്രിഫറൻസ് വോട്ട് കിട്ടുന്ന വോട്ടുകൾ ആദ്യമാണ്. ഇൻ ദിസ് സിസ്റ്റം വോട്ടേഴ്സ് ഫസ്റ്റ് പ്രിഫറൻസ് ആർ കൺസിഡർഡ് ഇൻ ഫസ്റ്റ് റൗണ്ട്. എല്ലാ വോട്ടർമാരുടെയും ഒന്നാം മുൻഗണന ആദ്യം എടുക്കും. ഒന്നാം മുൻഗണന ആദ്യം എടുത്തിട്ട് ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിന് നേരത്തെ പറഞ്ഞ കോട്ട, നമ്മൾ പറഞ്ഞ 15 വോട്ട് കിട്ടുകയാണെങ്കിൽ അയാളെ വിജയെ പ്രഖ്യാപിക്കുന്നു. The surplus of the elected candidate are transferred to his second preferences. ആ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ബാക്കി വരുന്ന ബാലറ്റുകൾ അയാൾക്ക് വീണ്ടും 1 വരികയാണെങ്കിൽ ആ ബാലറ്റുകൾ മറ്റ് സ്ഥാനാർത്ഥികൾക്കായിട്ട് കൊടുക്കും. അദ്ദേഹത്തെ ആ ബാലറ്റിലെ രണ്ടാം പ്രിഫറൻസിലേക്ക് കൈമാറും. ദിസ് പ്രോസസ് വിൽ കണ്ടിന്യൂ ടിൽ ഇഫക്റ്റീവ് നമ്പർ ഓഫ് സീറ്റ്സ് ഗോട്ട്സ് ഫിൽഡ്. ഈ പ്രക്രിയ എപ്പോഴും തുടരും? എപ്പോഴാണോ നമ്മൾ ഈ പറഞ്ഞ 3 സീറ്റ് ഫില്ല് ചെയ്യാനുണ്ട്, ആ 3 സീറ്റിലേക്കും വേണ്ട സ്ഥാനാർത്ഥികൾക്ക് കോട്ട പൂർത്തിയാകുന്നത് അതുവരെയും ആ വോട്ടുകൾ ട്രാൻസ്ഫർ ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കും. ദിസ് സിസ്റ്റം ഹാസ് ബീൻ മേഡ് യൂസ്ഡ് ഇൻ രാജ്യസഭ ഇൻ ഇന്ത്യ ആൻഡ് പ്രസിഡന്റ് ഇലക്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ രാജ്യസഭയിലേക്കും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും ഈ സമ്പ്രദായം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് സെനറ്റോറിയൽ ഇലക്ഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക, സൗത്ത് ആഫ്രിക്കയിലെ സെനറ്റ് ഇലക്ഷനും ഇത് പ്രയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു സമ്പ്രദായം ആണ്. ദെൻ ലിസ്റ്റ് സിസ്റ്റം. ലിസ്റ്റ് സിസ്റ്റത്തിൽ ഇൻ ദിസ് സിസ്റ്റം ദ കാൻഡിഡേറ്റ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ എ ലിസ്റ്റ് അക്കോർഡിംഗ് ടു ദർ പാർട്ടി അഫിലിയേഷൻ ആൻഡ് ഈച്ച് പാർട്ടി ഓഫേഴ്സ് എ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് സീറ്റ്സ് ടു ബി ഫിൽഡ്. ലിസ്റ്റ് സിസ്റ്റം പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷനെ കുറിച്ച് വ്യത്യാസമുണ്ട് സമ്പ്രദായമാണ്. അവിടെ ലിസ്റ്റാണ്, പേര് തന്നെ ഉണ്ട്. പാർട്ടികൾ മത്സരിക്കുന്ന പാർട്ടികൾ, ഇലക്ഷനുള്ള രാജ്യത്തുള്ള പാർട്ടികൾ ഒരു പട്ടിക മുന്നോട്ട് വയ്ക്കുകയാണ്. ദ പ്രസൻസ് എ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ടു ദി ബിഫോർ ദി വോട്ടേഴ്സ് അക്കോർഡിംഗ് ടു പാർട്ടി വൈസ്. പാർട്ടി ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇപ്പോൾ 10 പേര് 10 MLA ഇപ്പോൾ നിങ്ങളിവിടെ കോളേജ് ചെയ്യും പോലെയാണിത്. കോളേജ് പാർട്ടി നിങ്ങൾ ഓരോരുത്തർക്ക് കൂടെ വോട്ടവകാശം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ വോട്ട് ചെയ്യുന്നുണ്ട്. അതിന് പകരം നിങ്ങൾ സിംഗിളായി സങ്കല്പിക്കാം. പാർട്ടി MSFും KSUവും AUP SFI ഒക്കെ ഓരോ ലിസ്റ്റ് അങ്ങ് പ്രസിദ്ധീകരിക്കാം. നിങ്ങൾക്ക് ആ ലിസ്റ്റിനെ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് കാൻഡിഡേറ്റ് വൈസ് വോട്ടില്ല, സ്ഥാനാർത്ഥി വൈസ് വോട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധനം സങ്കല്പിക്കുക. അതാണ് ലിസ്റ്റ് സിസ്റ്റം. ആ ലിസ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ ഒന്നുകിൽ SFIക്ക് വോട്ട് ചെയ്യാം, നിങ്ങൾക്ക് SFIക്ക് വോട്ട് ചെയ്യുക, KSUവിന് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ MSFിന് വോട്ട് ചെയ്യുക. ഇത് എല്ലാത്തിലൂടെ മാറിയാണ് നിങ്ങളിപ്പോൾ വോട്ട് ചെയ്യുന്നത്. പലപ്പോഴും അങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റില്ല, പാനലായിട്ട് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഒന്നുകിൽ MSFിൻ്റെ യൂണിയൻ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ SFIയുടെ ലിസ്റ്റിന് വോട്ട് ചെയ്യുക. അപ്പോൾ ആ സമ്പ്രദായമാണ് ലിസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈച്ച് പാർട്ടി ഓഫേഴ്സ് എ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് സീറ്റ്സ് ടു ബി ഫിൽഡ്. ഹിയർ voter caste is vote for the party and not for candidates. In list system, the people or voters does not have much choice of candidates. അവർക്ക് കാൻഡിഡേറ്റ്സിൻ്റെ ചോയ്സ് ഇല്ല. They can only vote for party. Either we can vote for BJP or CPM or Congress or some other parties. അങ്ങനെ പാർട്ടികളുടെ ലിസ്റ്റാണ്. പാർട്ടി തരുന്ന ലിസ്റ്റ്, കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. പക്ഷേ യു ഡസ് നോട്ട് ഹാവ് ദി റൈറ്റ് ടു
vote for a particular candidate. You have the right to only mark your votes for a particular party. നിങ്ങൾ വോട്ട് ചെയ്യുന്ന പാർട്ടിക്കാണ്, കാൻഡിഡേറ്റ്സിനല്ല. ആ വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. Seats are divided among the parties according to their proportion of votes secured. ഇവിടെ സീറ്റുകൾ ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടിന് ആനുപാതികമായിട്ട് എത്ര ശതമാനം വോട്ടാണോ ഓരോ പാർട്ടിക്കും കിട്ടിയത് അതിന് ആനുപാതികമായിട്ട് സീറ്റ് വിതരണം ചെയ്യപ്പെടും. ഇപ്പം സി പി എമ്മിന് 10% കിട്ടിയെങ്കിൽ 10% സീറ്റ് അവർക്ക്, ബി ജെ പിക്ക് 40 കിട്ടിയെങ്കിൽ 40 അവർക്ക്, 30% കോൺഗ്രസ് കിട്ടിയെങ്കിൽ 30% സീറ്റ് അവർക്ക്. അങ്ങനെ വോട്ടിന് ആനുപാതികമായിട്ട് സീറ്റ് വിതരണം ചെയ്യുന്ന രീതിയാണ് ലിസ്റ്റ് സിസ്റ്റം. ദിസ് സിസ്റ്റം ഹാസ് 2 varieties, bound list and free list. In bound list, voter can cast his vote for the list provided by the party. ഈ ലിസ്റ്റ് സിസ്റ്റം 2 തരത്തിലുള്ള ബൗണ്ടഡ് ലിസ്റ്റ് ആൻഡ് ഫ്രീ ലിസ്റ്റ്. In bound list, voter can cast his vote for the list provided by the party. ബൗണ്ട് ലിസ്റ്റിൽ നിങ്ങൾ ബൗണ്ടഡ് ആണ്, നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, ബൗണ്ടഡ്. കാരണം യു ഹാവ് ഓൺലി ദ ചോയ്സ് ടു കാസ്റ്റ് യുവർ വോട്ട് ഫോർ എ പർട്ടിക്കുലർ പാർട്ടി. നിങ്ങൾക്ക് ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ, അല്ല വേറൊരു സംവിധാനം ഇല്ല. ബട്ട് ഇൻ ഫ്രീ ലിസ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കാൻഡിഡേറ്റ് പ്രിഫറൻസസ് ക്യാൻ ബി മാർക്ക്ഡ്. നിങ്ങൾക്ക് കാൻഡിഡേറ്റ് നേരെ പ്രിഫറൻസ് മാർക്ക് ചെയ്യുക. ഈ സ്ഥാനാർത്ഥിയെ വേണം, പാർട്ടി ലിസ്റ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രിഫറൻസ് മാർക്ക് ചെയ്യുക. ഇവരെ വേണം, ഇവരെ വേണ്ട, അങ്ങനെ ഒരു മുൻഗണന കൊടുക്കാം. This system has been practiced in Italy and Australia. Quota list system. The quota in list system is decided by either by the methods mentioned earlier. നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രൂപ്പിൻ്റെ മെത്തേഡിലൂടെയോ അല്ലെങ്കിൽ അതിന് മുൻപ് പറഞ്ഞ സിമ്പിൾ രീതിയിൽ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് ടു ബി ഫിൽഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് ടു ബി ഫിൽഡ്, ആ രീതിയിലോ ഡ്രൂപ്പ് പറഞ്ഞ രീതിയിലോ ഇത് കൺക്യൂട്ട് ചെയ്യാം. ദെൻ the total vote bagged by each party is divided by the quota and the result is the number of seats to which each party entitled. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ മൊത്തം ഓരോ പാർട്ടിക്കും കിട്ടുന്ന വോട്ടിനെ ആ കോട്ട കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓരോ പാർട്ടിക്കും കിട്ടുന്ന വോട്ടിനെ കോട്ട കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ആ റിസൾട്ട് അനുസരിച്ചുള്ള സീറ്റ് അവർക്ക് കൊടുക്കും. എത്രയാണോ അതിന് കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ 60 സീറ്റ് 4 സീറ്റാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വോട്ട് കിട്ടി, ആ വോട്ടിനനുസരിച്ചുള്ള സീറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് എത്ര ശതമാനം വോട്ട് കിട്ടി, 10% വോട്ട് കിട്ടിയാൽ 10% സീറ്റ് കിട്ടും, അത്രേ ഉള്ളൂ. അതാണ് അത് ചെയ്യുന്ന രീതി. ഇഫ് ആൾ സീറ്റ്സ് ആർ നോട്ട് ഫിൽഡ് ബൈ ദി പാർട്ടി ഹാവിംഗ് ലാർജസ്റ്റ് ഫ്രാക്ഷണൽ സർപ്ലസ് ഗെറ്റ്സ് റിമൈനിങ് സീറ്റ്സ്. ഇപ്പോൾ ഈ പാർട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ സീറ്റുകൾ ഇനി ഫില്ലാകാൻ ബാക്കിയുണ്ടാവും, കുറച്ച് സീറ്റ് അധികം ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഫ്രാക്ഷൻ ആർക്കാണ് കിട്ടിയത്, ഏറ്റവും വലിയ ഘടകം, അതായത് പോയിന്റ് ദശാംശത്തിന് ശേഷം വരുന്ന സംഖ്യകൾ 7.85, ഒരു പാർട്ടിക്ക് 7.35, ഒരു പോയിന്റിക്ക് 7.85. നിങ്ങളുടെ 7.85 കിട്ടിയ പാർട്ടിക്കായിരിക്കും ആ സീറ്റുകൾ, ബാക്കിയുള്ള സീറ്റുകൾ കൊടുക്കുക. ദ റിമൈനിങ് ഇഫ് ആൾ ദി സീറ്റ്സ് ആർ നോട്ട് ഫിൽഡ് ദ പാർട്ടി ഹാവിംഗ് ലാർജസ്റ്റ് ഫ്രാക്ഷണൽ സർപ്ലസ് ഗെറ്റ്സ് ദ റിമൈനിങ് സീറ്റ്. എല്ലാ സീറ്റുകളും ഫില്ലാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാക്കി വരുന്ന സീറ്റുകൾ ഏറ്റവും കൂടുതൽ ഫ്രാക്ഷൻ കിട്ടിയത് ആർക്കാണോ, ഏറ്റവും കൂടുതൽ ഘടകമായിട്ട് കിട്ടിയത് ആർക്കാണോ അവർക്കത് കൊടുക്കാൻ നിർബന്ധിതരാകുന്നർത്ഥം. ദെൻ മെറിറ്റ്സ് ഓഫ് ദിസ് സിസ്റ്റം സിമ്പിൾ ബിക്കോസ് വോട്ടർ ഹാസ് ടു സെലക്ട് ഓൺലി പാർട്ടി. ഇത് സിമ്പിളാണ്, കാരണം വോട്ടർമാർ പാർട്ടി സെലക്ട് ചെയ്താൽ മതി. കാൻഡിഡേറ്റ്സിൻ്റെ മെറിറ്റോ ഡിമെറിറ്റോ അവരുടെ പോരായ്മകളൊന്നും നോക്കണ്ട. മോർ ഡെമോക്രാറ്റിക് ആൻഡ് ജസ്റ്റ് മെത്തേഡ്, കുറച്ചുകൂടി ഡെമോക്രാറ്റിക് ആണ്, കാരണം ആനുപാതികമായിട്ട് തന്നെ കൃത്യം വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. കിട്ടുന്ന സീറ്റ് പാർട്ടികൾക്ക് ആനുപാതികമായിട്ട് സീറ്റ് ലഭിക്കുന്നു. മൈനോറിറ്റി റെപ്രസെൻറ്റേഷൻ എൻഷുർ ചെയ്യപ്പെടുന്നു ബിക്കോസ് minority can consolidate themselves and cast their vote for a particular party. മൈനോറിറ്റിക്ക്, ന്യൂനപക്ഷങ്ങൾക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ അവർക്ക് കഴിയുന്നു. Then public opinion is best reflected. In this system, public opinion can be reflected more successfully when comparing with other systems. കാരണം കുറച്ചുകൂടി ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം അനുസരിച്ചുള്ള പാർട്ടികളെ തിരഞ്ഞെടുക്കാൻ കഴിയും. വോട്ടർ ക്യാൻ ജഡ്ജ് ദി കാൻഡിഡേറ്റ് ആൻഡ് കാസ്റ്റ് ഹിസ് വോട്ട്. ഇപ്പോൾ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രിഫറൻസ് ഉണ്ടെന്ന് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ വോട്ടർമാർക്ക് കാൻഡിഡേറ്റ്സിനെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് അവർക്ക് മുൻഗണന കൊടുക്കാൻ കഴിയും. ദെൻ അവോയ്ഡ് ലാപ്സ് ഓഫ് വോട്ട്. ഇവിടെ വോട്ട് പാഴാവില്ല. ഓൾ വോട്ട്സ് ആർ കൺസിഡേർഡ്. ഇപ്പോൾ നിങ്ങൾ സാധാരണ ഇലക്ഷൻ ഇടുമ്പോൾ നിങ്ങൾ ജയിക്കുന്നവർക്ക് കിട്ടിയ വോട്ട് മാത്രമേ കണക്കിലെടുക്കുന്നുള്ളൂ. പരാജയപ്പെട്ടവർക്ക് കിട്ടിയ വോട്ടുകൾ പാഴായി പോവുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വോട്ട്സ് അവോയ്ഡ് ലാപ്സ് ഓഫ് വോട്ട്സ്. ദെൻ ഡിമെറിറ്റ്സ്.
ഡിമെറിറ്റ്സ് മിനിസ്റ്റീരിയൽ ഇൻസ്റ്റബിലിറ്റി. കാരണം പാർട്ടികൾക്കാണ് വോട്ട് ചെയ്യുന്നത്. പാർട്ടികൾക്ക് വോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പാർട്ടികളുണ്ടാവും. അപ്പോൾ പലപ്പോഴും എന്താ പറയുക, തൊട്ടടുത്ത പോയിന്റ് പറയുന്നത് കോയിലേഷൻ പൊളിറ്റിക്സ് ഉണ്ടാകും. കൂട്ടുകക്ഷി ഗവൺമെൻറ് ലീഡ്സ് കൂട്ടുകക്ഷി ഗവൺമെൻറ്റുകളിലേക്ക് പോകും, കോയിലേഷൻ പൊളിറ്റിക്സിലേക്ക് ലീഡ് ചെയ്യും. ആൻഡ് ഫർദർ ലീഡ്സ് ടു മിനിസ്റ്റീരിയൽ ഇൻസ്റ്റബിലിറ്റി. പലപ്പോഴും ഇത് മന്ത്രിസഭകളുടെ അസ്ഥിരതയ്ക്ക് കാരണമാകും. പ്രോലിഫറേഷൻ ഓഫ് സ്മാൾ പാർട്ടി. എല്ലാ പാർട്ടികൾക്കും വോട്ടിന് ആനുപാതികമായ സീറ്റ് കിട്ടുന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാടെണ്ണം ഇങ്ങനെ പെറ്റുവരും. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. പലപ്പോഴും പബ്ലിക് ഒപ്പീനിയൻ ഡിവൈഡ് ചെയ്യപ്പെടും. ജനങ്ങളുടെ അഭിപ്രായം പലപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ വിഭജിച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഡിസ്ട്രോയ്സ് നാഷണൽ ക്യാരക്ടർ ഓഫ് ലെജിസ്ലേഷൻ. ദേശീയ സ്വഭാവം നഷ്ടപ്പെടും പലപ്പോഴും നിയമനിർമ്മാണ സഭയ്ക്ക്. കാരണം ഇത്തരം ഫ്രാഗ്മെൻറ്റഡ് ടെൻഡൻസീസാണ്. ഒരുപാട് പാർട്ടികളുണ്ടായി ഇത് മുഴുവൻ ദേശീയത തന്നെ അങ്ങ് നശിപ്പിക്കും. നമുക്കൊരു ദേശീയ കാഴ്ചപ്പാട് രാഷ്ട്രീയ പാർട്ടി ഒന്നും ഉണ്ടാവില്ല. പ്രാദേശികമായിട്ടുള്ള കാഴ്ചപ്പാടൊക്കെ വല്ലാതെ ഡോമിനേറ്റ് ചെയ്യും. ഇൻക്രീസസ് ദ പവർ ഓഫ് പാർട്ടി സിസ്റ്റം. ഇൻക്രീസ് ദ പവർ ഓഫ് പാർട്ടി സിസ്റ്റം. പാർട്ടികൾക്ക് അമിത പ്രാധാന്യം വരും. പാർട്ടികൾക്ക് പ്രാധാന്യം ഉണ്ടാകും, വ്യക്തികൾക്ക് പ്രാധാന്യം ഇല്ലാതാകും. ലെസ് റിലേഷൻ ടു പീപ്പിൾ. ഈ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് ജനങ്ങളായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. കാരണം പാർട്ടി ലിസ്റ്റാണ്. ദെൻ പീപ്പിൾ ഡസ് നോട്ട് ഹാവ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ റെപ്രസെൻറ്റേറ്റീവ്സ്. റെപ്രസെൻറ്റേറ്റീവ്സ് ആർ നോട്ട് കമ്മിറ്റഡ് ടു പീപ്പിൾ. ജനപ്രതിനിധികൾക്ക് ജനങ്ങളോട് വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. കാരണം അവരൊരു പാർട്ടിയാണ് അവരെ നിയോഗിച്ചത്. അല്ല ജനങ്ങളുടെ മുന്നിൽ ചെന്ന് വോട്ട് ചോദിച്ച് ജനങ്ങളുടെ ഒരു ബന്ധം അവർക്ക് സ്ഥാപിച്ചെടുക്കുന്ന സാഹചര്യമില്ല. കോംപ്ലക്സ് പ്രോസസ് ആൻഡ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഇത് അത്ര സിമ്പിളൊന്നുമല്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. എങ്ങനെയാണ് കോട്ട നിശ്ചയിക്കുന്നത്? ഇതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. കോട്ട നിശ്ചയിക്കുന്ന പ്രശ്നങ്ങൾ, പിന്നെ ഒന്നാം പ്രിഫറൻസ്, രണ്ടാം പ്രിഫറൻസ്. ഒന്നാം പ്രിഫറൻസ് കിട്ടി വോട്ടുണ്ട്, ബാക്കി രണ്ടാം ആൾക്ക് കൊടുക്കുന്നു. ദെൻ ഇറ്റ് ലീഡ്സ് ടു പാർട്ടി എലൈറ്റിസം. ഇത് പാർട്ടികളുടെ വരേണ്യ ഭരണത്തിന് കാരണമാകും. കാരണം പാർട്ടികൾക്ക് അമിത പ്രാധാന്യം വരുന്നു. പാർട്ടി നിയോഗിക്കുന്ന ആൾക്കാരൊക്കെ പ്രതിനിധികളാവുന്നു. അവർക്ക് ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥ. ദീസ് ആർ ദി മേജർ ഡിമെറിറ്റ്സ് ഓഫ് ദിസ് സിസ്റ്റം. ദെൻ ടുഡേയ്സ് ക്ലാസ് ഈസ് ഓവർ. Thank you.